സോ നമ്മളിപ്പോൾ ഗൂഗിൾ ഫോംസ് കണ്ടു. ഇനി നമുക്ക് മൈക്രോസോഫ്റ്റ് ഫോം എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ഫോർ ദാറ്റ് ഫസ്റ്റ് നമുക്ക് അതിന്റെ പേരിൽ തന്നെ അറിയാം, ഇറ്റ്സ് മൈക്രോസോഫ്റ്റ് ഫോംസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻ office.com. സോ ഫസ്റ്റ് യു ഹാവ് ടു ഗോ ടു യുവർ office.com. ഇത് office.com എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. www.office.com എടുക്കുക. You have to sign in with your team's username and password. Okay. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ്, ഇവിടെയുണ്ട് ക്രിയേറ്റിനകത്തുണ്ട് ഡോക്യുമെന്റ്, സ്പ്രെഡ്ഷീറ്റ്, പ്രസന്റേഷൻ. ഇതെല്ലാം ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വേർഡ് ഡോക്യുമെന്റ്. സ്പ്രെഡ്ഷീറ്റ്, എക്സൽ, പ്രസന്റേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ, നോട്ട്ബുക്ക് ഉണ്ട്, ദെൻ ഫോംസ്. ഓക്കെ, ടേക്ക് ഫോംസ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മൾക്ക് എന്താണ്, ഇവിടെ നമ്മൾ ഫസ്റ്റ് യു ഷുഡ് ഹാവ് എൻ ഐഡിയ വാട്ട് യു ആർ ഗോയിങ് ടു മേക്ക്. ക്വസ്റ്റ്യൻസ് ആണോ? ഓക്കെ, അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ല, നമ്മൾ മുമ്പേ ചെയ്തതുപോലെ ഗൂഗിൾ ഫോമിനകത്ത് ചെയ്ത പോലെ ഒരു സർവേ ആണ്, അത് യു ഹാവ് ടു ഡിസൈഡ്. ഓക്കെ, ഇവിടെ എന്താ നമുക്ക് സർവേ തന്നെ കൊടുക്കാം. ടീച്ചർ സർവേ, ആഡ് ന്യൂ. ഇനിയാണ് ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ട ആഡ് ന്യൂ. എന്താണ്? നമ്മൾക്ക് ഫസ്റ്റ് നെയിം വേണം അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ഇവിടെ എന്താണ്? നെയിം. ഓക്കെ, ഇതിവിടെ വന്നു അല്ലേ? ഇത് ലോങ് ആൻസർ ആണോ? ഇത് റിക്വയർഡ് ഫീൽഡ് ആണോ? റിക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ സെയിം മീനിങ് തന്നെയാണ് ഇവിടെ. ദിസ് ഈസ് എ മാൻഡേറ്ററി ഫീൽഡ്. റിക്വയർഡ് മീൻസ് ദിസ് ഈസ് എ മാൻഡേറ്ററി ഫീൽഡ്. സോ മേക്കിംഗ് ഇറ്റ് റിക്വയർഡ്. ബാക്കിയെല്ലാം നിങ്ങൾ വിട്ടുതരാം, ഇത് മാത്രം ആലോചിച്ചാൽ മതി. ദെൻ ആഡ് ന്യൂ. അടുത്തത് ക്ലാസ്സസ് ആണ്. ക്ലാസ്സസ് ഇപ്പം ഓക്കെ, ഇതിനകത്ത് ഞാൻ ചോയ്സ് കൊടുക്കുന്നു. ഓക്കെ, ക്ലാസ്സസ്, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3. ഇത് ഇവിടെ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഫോം എങ്ങനെയാണ്? നെക്സ്റ്റ് ഓപ്ഷൻ വരാനായിട്ടാണ് ഈ ആഡ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ലൈൻ വരും. സോ ക്ലാസ് 4 നമ്മളിപ്പോ ഇങ്ങനെ ചെയ്ത് വരണം. എനിക്ക് ഈ ഫീൽഡ് ഇനി വേണ്ട, ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യു ക്യാൻ സീ വൺ, ഈ വേസ്റ്റ് ബിന്നിന്റെ പിക്ചർ കണ്ടല്ലോ, ക്ലിക്ക് ഓൺ ദാറ്റ്, നമ്മളുടെ ഓപ്ഷൻ ഡിലീറ്റ് ആവും. ഓക്കെ, now then add new. Again I can give choice, division. ഇവിടെയും നമുക്കറിയാം എന്താണ് കൊടുക്കേണ്ടതെന്ന്. another thing is ഗൂഗിൾ ഫോംസിനകത്ത് കുറച്ചുകൂടി നമുക്ക് ഓപ്ഷൻസ് ഒക്കെ പെട്ടെന്ന് അവൈലബിൾ ആവും. നമ്മളുടെ മൈക്രോസോഫ്റ്റ് ഫോംസ് അത്രയ്ക്കും യൂസർ ഫ്രണ്ട്ലി അല്ല. നമ്മൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഗൂഗിൾ ഫോംസിന്റെ അത്രയും ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, ഡി. And then add. Now again we can give a text. Do you like my class? ഇത് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇത്രയും മതി ഫോംസ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ മാതിരി പ്രിവ്യൂ ഉണ്ട്. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെങ്ങനെയാണ് സ്റ്റുഡൻസിന് കാണുന്നതെന്ന് നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ലിങ്ക് ഷെയർ ചെയ്താൽ എങ്ങനെയാണ് വരുന്നതെന്ന് കാണാനായിട്ട് നമുക്ക് പ്രിവ്യൂ എടുത്ത് നോക്കാം. സോ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ഇവിടെ സബ്മിറ്റ് ഉണ്ട്. ഓക്കെ, നെയിം ഇസ് എ മാൻഡേറ്ററി ഫീൽഡ്. Class 2, Division B.
then submit. Okay, response is submitted. Next thing, theme. നമുക്ക് ഇതിന്റെ ഒരു അപ്പിയറൻസ് മാറ്റാം. ഓക്കെ, ഇതുണ്ടോ, നമ്മളുടെ ഫോമിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കി. ഓക്കെ, ഞാൻ ഈ തീംസ് ചൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഫോം ക്രിയേറ്റ് ചെയ്തു. ഞാൻ അതിന്റെ എന്ത് ചെയ്തു, ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി. നൗ I have to share this form with someone else. For that, you just need to click the share. Here, from here, see, can you see one thing here? Google Form we can send it to anyone. But in Microsoft Form, ഇവിടെ നമുക്ക് choose ചെയ്യാം who can fill it. ഇവിടെ നമുക്ക് എന്താ, only people in my organization can respond. Specific people in my organization can respond. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഇതിനകത്ത് നമുക്ക് anyone can respond എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഗൂഗിൾ ഫോം നമുക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം വിത്തൗട്ട് ലോഗിങ് ഇൻ ഓർ ഡൂയിങ്, അവരുടെ അക്കൗണ്ടിൽ കയറാതെ തന്നെ they can fill it. Only people in my organization എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we can share it across our school. നിങ്ങൾക്ക് ഇത് ഔട്ട്സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യത്തില്ല. cps.ac.in എന്ന് പറഞ്ഞ് ലോഗിൻ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സ്പെസിഫിക് പീപ്പിൾ എന്ന് പറയുവാണെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ് എമംഗ് സർട്ടൻ പീപ്പിൾ. നമ്മൾക്ക് പേര് പറഞ്ഞു കൊടുക്കുക, ഇന്ന ആൾക്കാർക്ക് മാത്രം ഇത് ചെയ്താൽ മതി. ഓക്കെ, ഷെയർ ആയാൽ മതി. ഞാൻ പീപ്പിൾ ഇൻ മൈ ഓർഗനൈസേഷൻ കൊടുത്തു. ഇതാണ് ഫോം. ഐ ജസ്റ്റ് കോപ്പി ഇറ്റ്. ഇവിടെ either you can just copy it or you can use the shorten URL. അപ്പം you will get a small link. Copy it. Now again go to the WhatsApp or wherever you want to respond. You can respond, you can want to copy, then go there, paste the link, enter it. That's it. Now you have sent that response and you got some response. Where is the response? Here also we have something called question and responses. Click on the responses tab. Here also you will get, see, can you see this? The same way the response is just like the Google responses, you will get it from here. Now again you want to store this response in an Excel form. That is our ultimate aim, right? So here you can see something. See, near the view result you can see open in Excel. Click that and it will directly download your responses. See, that is downloaded and it is in my downloads. And see, only I have entered a data that is showing us the response. And this is in my downloads. You can see this is email is there, name is there. See, this name and this email is coming from our account. This is the name I had given. Okay, so this is all about Microsoft Forms. And another thing, you can create forms. Here you can decide, like if you want to create some quiz directly, you can create new quiz. Where is it? Create plus, instead of form, quiz. See, you can add choices. Like both the way it will work. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോമിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് വെച്ചിട്ട് ക്വിസും ചെയ്യാം. ഏത് പ്രോബ്ലം ഏതാണെങ്കിലും വർക്ക് ചെയ്യും. ഇതിന്റെ ഡിഫറൻസ് നമുക്ക് വരുന്നത്
നമ്മളുടെ അസൈൻമെന്റിൽ ആഡ് ചെയ്യുമ്പോഴാണ്. സോ ഇതിപ്പോ നിങ്ങൾ നോക്കേണ്ട ഫോംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ പേര് മാത്രം നോക്കുക. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഇപ്പം നിങ്ങൾ ഈ ക്വിസിന്റെ എന്താണ് വരുന്നതെന്നുള്ളത് ഞാൻ പിന്നെ ഒരിക്കൽ പറഞ്ഞു തരാം. കാരണം അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്വിസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. കാരണം അസൈൻമെന്റിനകത്തേക്ക് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ക്വിസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് പെട്ടെന്ന് വരുന്നത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഒരു സമയത്ത് നോക്കാം. ഇപ്പോൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം നോക്കുക. So thank you for watching. I hope this is clear. If you have any doubt, call me.